നമസ്കാരം. റഷ്യ-യുക്രൈൻ യുദ്ധം 1000 ദിവസങ്ങളൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം പണത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണിത്. അതിനായി അവർ കണ്ടുവച്ചിരിക്കുന്ന മാർഗം ആവശ്യക്കാരായ രാജ്യങ്ങൾക്ക് അവർക്ക് ആവശ്യമായ ആയുധങ്ങളും സാങ്കേതികവിദ്യയും കൈമാറുക എന്നതാണ്. റഷ്യയെ സംബന്ധിച്ച് ചോയ്സ് കുറവാണ്. അവരുടെ ഏറ്റവും വലിയ ആയുധ കച്ചവട പങ്കാളി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇക്കുറിയും പുതിയൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു മിസൈലാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു യുദ്ധോപകരണം എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി നേടുന്നതെന്നും അത്തരത്തിലുള്ള ഒരു യുദ്ധോപകരണം നമ്മുടെ രാജ്യത്തിന് നേരെ വന്നാൽ അവയെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നശിപ്പിക്കാമെന്നും കൂടി നോക്കാം. KH-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. സ്റ്റെൽത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും. ഇനി അഥവാ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി പറഞ്ഞു തരാം. റഡാറിന്റെ കണ്ണ് വെട്ടിക്കാനുള്ള കഴിവിനെയാണ് സ്റ്റെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നതുകൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് KH-69 ക്രൂയിസ് മിസൈലിന്റെ മറ്റ് ഡീറ്റെയിൽസ് പരിശോധിക്കാം. റഷ്യയുടെ ടാക്ടിക്കൽ മിസൈൽസ് കോർപ്പറേഷനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. 2022 മോസ്കോയിൽ നടന്ന ആർമി എക്സിബിഷനിലായിരുന്നു ഇതാദ്യം പ്രദർശിപ്പിച്ചത്. വളരെ കൃത്യതയോടുകൂടി ടാർഗറ്റുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയ ഒരു എയർ ലോഞ്ച്ഡ് സബ്സോണിക് മിസൈലാണ് ഇത്. എയർ ലോഞ്ച്ഡ് എന്നാൽ വിമാനത്തിൽ നിന്നൊക്കെ വിക്ഷേപിക്കാൻ പറ്റിയത്. നമ്മുടെ കൈവശമുള്ള സുഖോയ് 30 MKI വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതൊരു സബ്സോണിക് മിസൈലാണെന്ന് പറഞ്ഞു. അതായത് ശബ്ദത്തേക്കാൾ വേഗത കുറവായിരിക്കും. ഉദ്ദേശം 1000 km/h ആണ് ഇതിൻ്റെ സ്പീഡ്. 800 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് 300 കിലോഗ്രാം വരെ പോർമുന വഹിച്ച് 400 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റുകളിൽ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. ഇനി ഈ മിസൈലിൻ്റെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലാണ് ഇതിൻ്റെ സ്റ്റെൽത്ത് ഫീച്ചർ അടങ്ങിയിരിക്കുന്നത്. റഡാറിന്റെ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനായിട്ട് ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഷാർപ്പ് ആംഗിൾസ് ഒഴിവാക്കും. ഇത് അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബർ വിമാനമാണ്. സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള ഒരു ബോംബർ വിമാനം. ഇതിന്റെയും ഷേപ്പ് ശ്രദ്ധിച്ചോ? ഒരു കോൺവെക്സ് ആകൃതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഡാറുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ കബളിപ്പിക്കാനാണത്. ഇനി റഡാറുകളുടെ ഒരു അടിസ്ഥാന പ്രവർത്തനം എങ്ങനെയെന്ന് പരിശോധിക്കാം. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നതിന്റെ ചുരുക്കമാണ് റഡാർ. ഈ സിസ്റ്റത്തിലെ ട്രാൻസ്മിറ്റർ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടിയ ശേഷം തിരിച്ച് എക്കോ ആയി റിസീവറിൽ എത്തിച്ചേരുന്നു. ഇത്തരത്തിൽ റഡാറുകൾ പുറപ്പെടുവിക്കുന്ന റേഡിയോ സിഗ്നലുകളെ കബളിപ്പിക്കുകയാണ് സ്റ്റെൽത്ത് യുദ്ധോപകരണങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കബളിപ്പിക്കാനായിട്ടാണ് ഇതിന്റെ ഷേപ്പിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുന്നത്. മുമ്പിൽ പെടുന്നത് പരന്ന വസ്തുക്കളാണെങ്കിൽ റേഡിയോ സിഗ്നലുകൾക്ക് കോണ്ടാക്റ്റിനായി കൂടുതൽ സ്ഥലം ലഭിക്കുന്നു. ഇവിടെയാണ് കോൺവെക്സ് ഷേപ്പുകളുടെ പ്രയോജനം. പിന്നെയുള്ളത് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഒക്കെ മെറ്റൽ ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കി കോമ്പോസിറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മെറ്റൽ ഉപയോഗിച്ചാൽ പരമാവധി റേഡിയോ സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യും. ഇത് റഡാറിന് സൗകര്യപ്രദമാകും. മറിച്ച് കോമ്പോസിറ്റ് വസ്തുക്കളാണെങ്കിൽ റഡാർ സിഗ്നലുകളെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടെ റഡാറുകൾക്ക് തിരിച്ചു ലഭിക്കേണ്ട എക്കോ ലഭിക്കാതിരിക്കുകയും ആ വസ്തുവിന്റെ സാന്നിധ്യം റഡാറുകൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന കോമ്പോസിറ്റ് വസ്തുക്കളാണ് കാർബൺ ഫൈബറും കാർബൺ നാനോ ട്യൂബും ഒക്കെ. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. അങ്ങനെയെങ്കിൽ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള യുദ്ധോപകരണങ്ങളെ നമുക്ക് തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ കഴിയുകയില്ലേ എന്ന്. ഇതിന്റെ ഉത്തരമാണ് മൾട്ടി സ്റ്റാറ്റിക് റഡാർ സിസ്റ്റം. സാധാരണയുള്ള മോണോസ്റ്റാറ്റിക് റഡാറുകളിൽ ട്രാൻസ്മിറ്ററും റിസീവറും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും. എന്നാൽ മൾട്ടി സ്റ്റാറ്റിക് റഡാറിൽ ഒന്നിലധികം ട്രാൻസ്മിറ്ററുകളും റിസീവറുകളും വെവ്വേറെ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പല ദിശകളിൽ നിന്നായി സിഗ്നലുകൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും. അങ്ങനെ വരുമ്പോൾ യുദ്ധോപകരണങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ സിഗ്നലുകളുടെ പരിധിയിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സ്റ്റെൽത്ത് യുദ്ധോപകരണങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സാറ്റലൈറ്റുകളാണ്. ഇവ റഡാറുകൾക്കും അപ്പുറമുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇവ ഓരോന്നും വിശദീകരിക്കാൻ നിന്നാൽ ഈ വീഡിയോയുടെ ദൈർഘ്യം വല്ലാതെ നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരുന്നില്ല. ഈ ആധുനിക യുദ്ധകാലത്ത് സാറ്റലൈറ്റുകളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. ഇന്ത്യക്കും മോശമല്ലാത്ത ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കാകുന്നില്ല. പിന്നെ റഷ്യ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന KH-69 ക്രൂയിസ് മിസൈലിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇതുവരെയും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇന്ത്യ ഇത്തരത്തിലുള്ള മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാനുള്ള പ്രയത്നത്തിലുമാണ്. കൂടാതെ നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ള ബ്രഹ്മോസ് മിസൈലുകൾക്കും സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉണ്ട്.
പിന്നെ KH-69 മിസൈലാണ് യുക്രൈനിലെ ത്രിബിൽസ്ക തെർമൽ പവർ പ്ലാന്റ് നശിപ്പിക്കാനായി റഷ്യ ഉപയോഗിച്ചതെന്ന് അവകാശപ്പെടുന്നത്. DRDOയുടെ എല്ലാ ഉദ്യമങ്ങൾക്കും വിജയാശംസകൾ. ജയ് ഹിന്ദ്.